ഇന്നത്തെ ജീവിത രീതിയിൽ പലരും തരണം ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ദഹനക്കേട്. അതായത് പുളിച്ചു തികട്ടൽ, ഗ്യാസ് ട്രബിൾ, അങ്ങനെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ. ആയുർവേദത്തിൽ ദഹനത്തിന് സഹായിക്കുന്ന ഒരു ജഠരാഗ്നിയെക്കുറിച്ച് പറയുന്നുണ്ട്. ജഠരം എന്നാൽ വയറ്, അഗ്നി എന്നാൽ തീ. അതായത് ദഹനത്തിന് സഹായിക്കുന്ന ഒരു രസത്തിനെയാണ് ഈ ദഹനാഗ്നി എന്ന് പറയുന്നത്. അതായത് ഇതിനുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് നമുക്ക് എല്ലാവർക്കും ഈ ദഹന പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്നത്തെ ആൾക്കാരുടെ ആഹാര രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വികാരം അനുസരിച്ചാണ്. അതായത് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ആഹാരം കഴിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ക്രമം തെറ്റിയുള്ള ആഹാര രീതികളാണ് പലപ്പോഴും ദഹനക്കേടിന് കാരണമായി മാറുന്നത്. ദഹനക്കേട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാനസികമായിട്ട് ആകെ തളരുകയും അന്നത്തെ ദിവസം തന്നെ നഷ്ടപ്പെടുകയും ചെയ്യുന്നു പലർക്കും. അതുപോലെ ദഹനക്കേട് ഫ്യൂച്ചറിൽ വേറെ വേറെ അസുഖങ്ങൾ കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. അതായത് നിങ്ങൾ ആഹാരം നല്ലതുപോലെ ചവച്ചരച്ച് കഴിക്കുക. അതുപോലെ ആഹാരത്തിന് ശേഷം ഉടൻ തന്നെ വെള്ളം കുടിക്കാതിരിക്കുക. അരമണിക്കൂർ കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുക. അതും ഇളം ചൂടുവെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന 1-2 മെഡിസിൻ ഉണ്ട്. അതായത് അയമോദകം. നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും. ഈ അയമോദകം ചെറിയ പാനിലൊക്കെ വെച്ചിട്ട് വറുത്ത് അതിനുശേഷം ഇത് പൊടിച്ച് ഇന്ദുപ്പും ചേർത്ത് വെച്ചേക്കുക. ആഹാരത്തിന് ശേഷം 1 സ്പൂൺ വീതം ഡെയിലി കഴിക്കുക. ദഹനത്തിന് നല്ലതാണ്. അതുപോലെ പറയുന്നുണ്ട് മോരും വെള്ളം. അതായത് വെറും മോരല്ല, ഇഞ്ചിയും മുളകും കരിയേപ്പിലയൊക്കെ ഇട്ട് റെഡിയാക്കിയ മോരും വെള്ളം, സംഭാരം എന്ന് പറയും. ഇത് ആഹാരം കഴിച്ചാലുടൻ കുടിക്കരുത്. ആഹാരം കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞ്, മാംസാഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിഞ്ഞ് കുടിക്കുന്നതാണ് നല്ലത്. അതുപോലെ ഇഞ്ചി ഒരു തള്ളവിരൽ വലുപ്പത്തിലെടുത്തിട്ട് മിക്സിയിലടിച്ച് ഇത് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തിട്ട് തേനും നാരങ്ങ നീരും ചേർത്ത് ആഹാരം കഴിച്ചതിന് ശേഷം കഴിക്കുന്നതും നല്ലതാണ്. അസിഡിറ്റി ഉള്ളവർ ഇത് ഒഴിവാക്കുക, കാരണം നാരങ്ങയുടെ അംശമുള്ളതുകൊണ്ട്. അതുപോലെ നിങ്ങൾ വീട്ടിൽ ചെയ്യാവുന്ന 1-2 കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അതിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് മെഡിസിൻസ് ഉണ്ട്. അതായത് ജീരകം, കുരുമുളക്, മഞ്ഞൾ, കറുകപ്പട്ട, ഏലക്ക, ഇതൊക്കെ നമ്മുടെ ആഹാരത്തിൽ പാചകം ചെയ്യുമ്പോൾ ഉൾപ്പെടുത്തുന്നത് ദഹനപ്രക്രിയ നല്ലതാക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങളുടെ ദഹനം നല്ലതാക്കി കൊണ്ടുവരാം. മാത്രവുമല്ല, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ആഹാരം കഴിച്ച് ഉടൻ തന്നെ കിടക്കുന്നവരാണെങ്കിൽ അതും ഒഴിവാക്കുക. അതായത് ആഹാരം കഴിക്കുന്നത് ഊർജത്തിനാണ്, അല്ലാതെ ഉറക്കം വരുന്നതിനല്ല. അതുകൊണ്ട് അമിതമായി ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരല്പം നടക്കുകയോ എന്തെങ്കിലുമൊക്കെ പ്രവൃത്തികൾ ചെയ്യുകയോ ചെയ്യുക. അതും ദഹനത്തിന് സഹായിക്കുന്നതാണ്. ഡോക്ടർമാർക്ക് മരുന്ന് എഴുതാനേ കഴിയുകയുള്ളൂ. അവർക്ക് നമുക്ക് ആഹാരം വിളമ്പിത്തരാനും ഒന്നും കഴിയില്ല. അപ്പോൾ ആഹാരം നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഏതാണ്ടുള്ള ദഹന പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും. അപ്പോൾ നല്ലതുപോലെ ആഹാരം കഴിക്കൂ, അതുപോലെ മെഡിസിനും കഴിക്കുക. മെഡിസിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ആയുർവേദ നാച്ചുറൽ മെഡിസിനുകൾ. ഓക്കെ, നല്ല ചിന്തിക്കൂ, നല്ലതേ വരും.